ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ ടൈറ്റിൽ റേസ് കഴിഞ്ഞു. അതാണ് പ്രീമിയർ ലീഗിനെ ഡീപ്ലി ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് അവരുടെ മനസ്സിലിങ്ങനെ കിടന്ന് കളിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്തായാലും പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ റേസിൻ്റെ ആ ഒരു സംഭവവികാസത്തിൽ ഒരു പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നലെ കടന്നു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ടായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ടായിരുന്നു, നെയിൽ ബൈറ്റിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആർസണലിന് വേണ്ടിയിട്ട് ഒരു 16-കാരൻ ഷോമാനായിട്ട് മാറിയിരിക്കുകയാണ്. അതെ, അവരുടെ മാക്സ് ഡോമാൻ ഷോമാൻ ആയി മാറുന്ന സുന്ദരമായിട്ടുള്ള ചിത്രമാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആർസണൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മേൽ പ്രഷർ ഇട്ടിട്ടുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും പതറുന്ന ചിത്രം നമ്മൾ കണ്ടിരിക്കുകയാണ്. അതായത് ബോട്ടം സൈഡിൽ കിടക്കുന്ന റെലഗേഷൻ ബാറ്റിൽ കിടക്കുന്ന സൈഡുകൾക്കെതിരെയുള്ള മത്സരങ്ങൾ ബിസിനസ് എൻഡ് ഓഫ് ദ സീസണിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാകും. പക്ഷേ സർവൈവലിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് ടു ബാക്ക് മത്സരങ്ങളിൽ മാഞ്ചസ്റ്റർ സിറ്റി പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് അവർ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ട് എത്തിഹാദിൽ, അതേപോലെ തന്നെ ഇപ്പോൾ വെസ്റ്റ് ഹാമിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. അതോടുകൂടിയിട്ട് എന്താണ്, ആർസണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള പോയിൻറ്റ്സ് ഡിഫറൻസ് ഇപ്പോൾ 9 മാൻ സിറ്റിക്ക് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. മാൻ സിറ്റിക്ക് ആർസണലുമായിട്ടുള്ളൊരു മത്സരം എത്തിഹാദിലുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇനി ആർസണലും 7 മത്സരങ്ങൾ മാത്രമേ കളിക്കാനുള്ളൂ. മാൻ സിറ്റിക്ക് 8 മത്സരങ്ങളുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ പോയിൻറ്റ്സ് ഡിഫറൻസ് അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഡിഫറൻസ് ആണ്. ആ ഒരു ഗ്യാപ്പ് വളരെ വലുതാണ്. അപ്പോൾ 2004 ശേഷം ആർസണൽ ആ പ്രീമിയർ ലീഗ് ടൈറ്റിലിന് അരികിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് ആർസണലിന് ബ്രീത്ത് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. ആർസണൽ ഫാൻസിന് ബ്രീത്ത് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. ആ ഒരു കാത്തിരിപ്പിന് വിരാമം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, തീർന്നിട്ടില്ല, ഇറ്റ്സ് നോട്ട് ഓവർ അൺടിൽ ഇറ്റ്സ് ഓവർ എന്നുള്ള തരത്തിലുള്ള സ്ലോഗനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആർസണൽ പുൾ ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ അവർ ജയിച്ചു കയറുന്ന രീതികൾ കണ്ടു കഴിഞ്ഞാൽ അവർ ആ കടമ്പ കടക്കാനായിട്ട് ഇത്തവണ തയ്യാറായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ആർസണൽ എവർട്ടനെതിരെയായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് എമിറേറ്റ്സിൽ. അപ്പോൾ ആർസണൽ സംബന്ധിച്ചിടത്തോളം ഒരു സ്പാർക്ക് അനിവാര്യമായിരുന്നു. ആ സ്പാർക്കാണ് മാക്സ് ഡോമാൻ എന്ന് പറയുന്ന 16-കാരൻ കൊണ്ടുവന്നുള്ളത്. അതെ, എന്താ സംഭവം, ഡേവിഡ് മോയ്സിൻ്റെ ടീമിന് നല്ല എവേ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഫ്രസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർസണലിനെ. ആ സംബന്ധിച്ചോളം കുറേ അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ട് പിക്ഫോർഡ് എന്ന് പറയുന്ന കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാനൊന്നും അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് 74-ാമത്തെ മിനിറ്റിൽ ഒരു ഡബിൾ ചേഞ്ച് വരുത്താനുള്ള തീരുമാനം ആർട്ടറ്റ എടുക്കുന്നത്. അപ്പോൾ ആർട്ടറ്റയുടെ ഇത്തരത്തിലുള്ള ഡിസിഷനുകൾ, സബ്ബുകൾ, അത് അവരുടെ സ്ക്വാഡ് സ്ട്രെങ്ത്തും കാഴ്ചവെക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. അതേപോലെ തന്നെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള സബ്ബുകൾ ആർട്ടറ്റ ഈ ഒരു ക്യാമ്പയിനിൽ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലും ലെവർക്യൂസിനെതിരെയും ബുക്കായോ സാക്കയെ പോലെയുള്ള ഒരു ടാലിസ്മാനിക് ഫിഗറിനെ പോലെ നമ്മൾ കണക്കാക്കുന്ന ചെങ്ങായിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം, ആ ഒരു ബ്രേവറിയും കാര്യങ്ങളൊക്കെ ആർട്ടറ്റ കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെ സാക്കയെ പിൻവലിച്ചിട്ടാണ് മദൂക്കെ വന്നിട്ടുണ്ടായിരുന്നത്. മദൂക്കയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്, മദൂക്കയാണ് പെനാൽറ്റി വിൻ ചെയ്തത്. അങ്ങനെയാണ് ആ മത്സരത്തിൽ ലെവർക്യൂസിനെതിരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രോ കരസ്ഥമാക്കാൻ അവർ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് തൊട്ടടുത്ത ഈ മത്സരത്തിൽ ഇത്തരത്തിൽ ഒരു സ്പാർക്ക് അനിവാര്യമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ 16-കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു സുബിമെൻഡിക്ക് പകരമായിട്ട്. അതേപോലെ തന്നെ ഹിൻകാപ്പിയേനെയും കൊണ്ടുവരാനുള്ള തീരുമാനം എടുക്കുന്നു ഖലിഫീരിക്ക് പകരമായിട്ട്. അവർ രണ്ടുപേരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടന്നു. മറ്റൊരു സബ്ബായിട്ടുള്ള യോക്കരഷ്, കായ് ഹാവർട്സിന് പകരമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന യോക്കരഷും ആ ഗോളിൽ കാര്യമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കാരണം വെച്ചാൽ ആ ഗോൾ അടിച്ചത് യോക്കരഷാണ്. അതായത് ആർട്ടറ്റയുടെ സബ്ബുകൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രീമിയർ ലീഗ് ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ സബ്ബുകൾ വന്നിട്ട് ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആർസണലിന് വേണ്ടിയിട്ടാണ്. 21 ഗോളുകൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ക്രെഡിറ്റ് ആ കൃത്യസമയത്തുള്ള അത്തരത്തിലുള്ള ചേഞ്ചസ് വരുത്താനുള്ള ആ ഒരു ഈ സബ്ബ് വരുത്തി അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കോച്ചിനെ കുറ്റം പറയും. സബ്ബ് വരുത്തി അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ കോച്ചിന് തന്നെയല്ലേ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായില്ല. അപ്പോൾ ആ രീതിയിൽ ആർട്ടറ്റയുടെ സബ്ബുകൾ വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാക്സ് ഡോമാൻ വരുന്നു. ഡോമാൻ വന്നിട്ട് എന്താണ്, ആളിലേക്ക് ബോൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആർസണൽ പ്ലേയേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. റൈറ്റ് വിങ്ങിലാണ് ചെങ്ങായി കളിക്കുന്നത്. എന്നിട്ടും ആ ഒരു ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എവർട്ടൻ്റെ സ്റ്റബൺ ഡിഫൻസിനെ ബ്രീച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. എവർട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ടാർക്കോസ്കി ഇല്ല, ബ്രാന്ത് വെയ്റ്റ് ഇല്ല, ഓൾറെഡി ഗ്രീലിഷ് ഔട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒബ്രയനും അതേപോലെ തന്നെ മൈക്കൽ കീനും ആണ് ഡിഫൻസിൽ സെൻറ്റർ ബാക്ക് പാർട്ട്നേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. റൈറ്റ് ബാക്കായിട്ട് ഗാർണർ തന്നെയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് ബാക്കായിട്ട് മിക്കലെങ്കോ. പിന്നെ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇദ്രിസ ഗാനഗയുണ്ട്, ഇരഗ്ബനമുണ്ട്, 2 വിങ്ങിലും അക്നിയിലും
എലിമാൻ എൻജോയ് ഉണ്ട്, ബെറ്റോ ആണ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാരി വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ചേഞ്ചസൊക്കെ ഡേവിഡ് മോയ്സും വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താണ് ആ ഒരു എവർട്ടൺ ഡിഫൻസ് വളരെ വിജിലൻ്റായിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാർഷൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർസണലിൻ്റെ അറ്റാക്കിനെയൊക്കെ. ഡിഫൻസിൽ ഡേവിഡ് റായും ഡിഫൻഡറും തമ്മിൽ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർസണലിൻ്റെ ആരാധകർ മുമ്പോട്ട് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ആഹ്വാനം നടത്തുന്നുണ്ട് ആ ഒരു സ്റ്റേഡിയത്തിൽ. കാരണം വെച്ചാൽ മത്സരത്തിന് 88ാമത്തെ മിനിറ്റിലും ആ രീതിയിൽ ബാക്കിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എവർട്ടൻ്റെ ആ പ്രസ് ഓൾമോസ്റ്റ് ഡേവിഡ് റായ ഇടുന്ന ബോൾ വിൻ ചെയ്യുന്ന പോലെയായിരുന്നു. പക്ഷേ ഡേവിഡ് റായ അത് ഗബ്രിയലിന് പാസ് കൊടുക്കുന്നു. ഗബ്രിയലിൻ്റെ ഒരു ലോങ് ഡയഗണൽ നമ്മൾ കാണുന്നു റൈറ്റ് സൈഡിലേക്ക്. മൊസ്കേര, ടിംബറിന് പകരമായിട്ട് റൈറ്റ് ബാക്കായിട്ട് വന്നിരുന്ന മൊസ്കേര അത് ഡോമാന് കൊടുക്കുന്നു. മിക്കലെങ്കോ അവിടെ ഡോമാൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യാണ്, അല്ലെങ്കിൽ ഇൻറ്റർസെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ അത് ത്രോയിനിലേക്ക് പോയി ഒരു ലോങ് ത്രോയിനാണോ എവർട്ടൺ പ്രതീക്ഷ ചെയ്യുന്നത് നമുക്കറിയില്ല. എന്തായാലും ഒരു ഷോർട്ട് ത്രോ എടുക്കുന്നു, ഡോമാനിലേക്കാണ് കൊടുക്കുന്നത്. ഡോമാൻ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. ഡോമാൻ ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഡീപ്പ് ക്രോസ് കൊടുക്കുകയാണ്. അതുവരെ മത്സരത്തിൽ മനോഹരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ജോർഡൻ പിക്ഫോർഡ് അവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തുകയാണ്. ആൾക്ക് ഫിംഗർ ടിപ്സ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് പോരായിരുന്നു. ആൾ ആ ഒരു ബോളിനായിട്ട് ആ ഒരു ഡീപ്പ് ക്രോസ് വരുമ്പോൾ അത് തട്ടി മാറ്റാമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കംപ്ലീറ്റ്ലി മിസ്ജഡ്ജ് ചെയ്യപ്പെടുന്നു. ഫിംഗർ ടിപ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഹിൻകാപ്പിയ ഉണ്ട്, മറ്റൊരു സബായിട്ടുള്ള മാർട്ടിനെലി അവിടെ ഉണ്ട്. അത് ഹിൻകാപ്പിയയിൽ തട്ടിയിട്ട് പിന്നെ വലയ്ക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്ന യോക്കരഷിൻ്റെ പാതയിലേക്ക് ചെന്ന് വീഴുകയായിരുന്നു. യോക്കരഷിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് അത് വലയിലേക്ക് ആക്കുക, ടാപ്പിൻ അടിക്കുക എന്നൊരു ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്തരത്തിലുള്ളൊരു ദൗത്യം ചെയ്യാനായിട്ട് ഒരാളവിടെ വേണം. വിച്ചർ യോക്കരഷ് അവിടെ ഉണ്ടായിരുന്നു. ആ എമിറേറ്റ്സ് സ്റ്റേഡിയം അങ്ങോട്ട് ഇറപ്റ്റായി. കാരണം 89ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ പിറക്കുന്നത്. യെസ്, അവിടെ പിക്ഫോർഡിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ ആ ഡീപ്പ് ക്രോസ് അത് വളരെ വളരെ ക്രൂഷ്യലായിരുന്നു. 16-കാരനാണ് ആ ഡീപ്പ് ക്രോസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെൻകാപ്പിയുടെ പ്രസൻസ് ഉണ്ട്, വിച്ചർ യോക്കരഷിൻ്റെ ടൈംലി ആ ഒരു പ്രസൻസ് ഉണ്ട് ആ ഒരു ബോക്സിൽ. അങ്ങനെ ആർസണൽ ആ ഗോൾ അടിക്കുന്നു. വിച്ചർ യോക്കരഷിൻ്റെ ആ ഒരു ട്രേഡ് മാർക്ക് സെലിബ്രേഷൻ നമ്മൾ കാണുന്നു. ഭീകരമായിട്ടുള്ള നോയ്സ്. ആർട്ടേറ്റ ജമ്പ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നു. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 0-0 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു സ്പാർക്ക് ഡോമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അസിസ്റ്റ് ഞങ്ങളുടെ പേരിലല്ല, പക്ഷേ ആ ഗോളിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ പങ്കിനെക്കുറിച്ച് ഒരു ആർസണൽ ഫാൻ മറക്കില്ല എന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട. അങ്ങനെ എന്താണ് ഇഞ്ചുറി ടൈമിലേക്കൊക്കെ മത്സരം കടക്കുന്നു. ഇഞ്ചുറി ടൈമിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ എന്താണ് എവർട്ടൺ ഒരു കോർണർ കിട്ടുകയാണ്. അപ്പോൾ ആ കോർണർ അതിന് മുമ്പ് ഒരു ത്രോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ത്രോയിനാണ് കോർണറിൽ കലാശിക്കുന്നത്. ആ ത്രോയിന് മുമ്പ് ഹിൻകാപ്പിയുടെ ഒരു ഫാൻറ്റാസ്റ്റിക് ചാലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കോർണറിൽ പിന്നെ പിക്ഫോർഡ് മുമ്പോട്ട് കയറി വരികയാണ്. പിക്ഫോർഡ് ബോൾ അടിക്കാനായിട്ട്, ഈക്വലൈസർ അടിക്കാനായിട്ട്. അവിടെ അത് ആർസണൽ ക്ലിയർ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം മാക്സ് ടോമൻ്റെ അടുത്തേക്ക് വന്ന് വീഴാണ്. മാക്സ് ടോമൻ്റെ മൂവ്മെൻ്റ് അവിടെ നല്ലതായിരുന്നു. എന്നിട്ട് ആളുടെ ഒരു കമ്പോസർ നോക്കണേ, 16-കാരൻ്റെ ആൾ കൃത്യമായിട്ടും തല യൂസ് ചെയ്തുകൊണ്ട് അത് ഹെഡ് ചെയ്തിട്ടേ തന്നെ മുമ്പോട്ടേക്ക് ഇടുന്ന ചിത്രം നമ്മൾ കണ്ടു. എന്നിട്ട് പിന്നെ മറ്റൊരു എവർട്ടൺ പ്ലെയർ, എനിക്കൊന്ന് ഡ്രൂസ്ബറി ഹോളാണ് അദ്ദേഹത്തെ തടയാനായിട്ട് വരുന്നത്. ആദ്യം മിക്കലൊങ്കേനെയാണ് ആ ഒരു ഹെഡറിൽ ആൾ വെട്ടിച്ച് മുമ്പോട്ട് പോകുന്നത്. പിന്നെ വരുന്നത് ഡ്രൂസ്ബറി ഹോളാണ്. അപ്പോൾ ചെറിയൊരു ട്രിക്ക് ഇട്ടിട്ട് ഡ്രൂസ്ബറി ഹോളിനെ മറികടന്നിട്ട് ഇങ്ങനെ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഗോൾ കീപ്പറില്ല. ആ ഒരു ഗോൾ പോസ്റ്റ് ഇങ്ങനെ തന്നെ നോക്കി ചിരിക്കുകയാണ്. 16 വയസ്സ് 73 ദിവസം, ഇന്നലത്തെ പ്രായമാണ്, ഇന്ന് 74 ദിവസമായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്ലോറി തൻ്റെ കൺമുന്നിൽ നിൽക്കുകയാണ്. ആൾ മെല്ലെ ആ ബോളിങ്ങനെ ഉരുട്ടി വലയിലേക്ക് ആക്കുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. ആ കോർണർ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ കോർണർ ഫ്ലാഗ് കിക്ക് ചെയ്തിട്ട് മൊത്തം ആർസണൽ പ്ലേയേഴ്സ് അദ്ദേഹത്തിനെ പൊതിയുന്നു. ആ ചെക്കനെ പൊതിയുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ആ ചെക്കനെ പൊതിയാണ്. 16-കാരൻ സ്കൂളിൽ പോകേണ്ട സമയത്ത് ടൈറ്റിൽ റേസിൽ ആർസണൽ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ അടിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റിന് ശേഷം പ്രീമിയർ ലീഗിൽ ചെക്കന് കിട്ടുന്ന ആദ്യത്തെ മിനിറ്റ്സാണ് ഈ മത്സരത്തിൽ എന്നുള്ളതാണ്. എന്തായാലും അത് 2 കൈ നീട്ടി ചങ്ങായി സ്വീകരിക്കുന്നു. ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ബ്ലോ ചെയ്യുന്നു. ആർട്ടേറ്റ വല്ലാത്ത രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. ആ ബെഞ്ചിനറിയാം, ആർട്ടേറ്റയ്ക്ക് അറിയാം, ആർസണലിൻ്റെ ആരാധകർക്കറിയാം ആ ചങ്ങായി, ആ ചെക്കൻ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ടൈറ്റിൽ റേസിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ആലോചിക്കുക, പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ മാൻ സിറ്റിക്ക് കൂടുതൽ ഊർജ്ജം കൊടുത്തേനെ. മാൻ സിറ്റി ഒരു പക്ഷേ കഷ്ടമായിട്ടുള്ള മത്സരത്തിൻ്റെ അവരുടെ അപ്രോച്ച് തന്നെ ചിലപ്പോൾ മാറിപ്പോയനെ. യെസ്, എന്താണ് മാൻ സിറ്റിയുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ജയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഒരു റിസൾട്ട് ആർസണലിൽ ഇങ്ങനെ ആയപ്പോഴും. എന്നാൽ പോലും അതൊരു എക്സ്ട്രാ ഊർജ്ജം അവർ കൊടുത്തേനെ, കുറച്ചുകൂടെ ഒരു ബിലീഫ് കൊടുത്തേനെ. ആ ബിലീഫ് തല്ലിക്കെടുന്ന തരത്തിലുള്ള ഒരു ട്വിസ്റ്റാണ് ആർസണലിൻ്റെ എവർട്ടൺ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്.
significant win, significant 3 points, all important 3 points. അപ്പോൾ അതിൽ പുതിയൊരു ഷോമാൻ അവർ കിട്ടിയിരിക്കുകയാണ്, മാക്സ് ഡോമാൻ എന്ന ഷോമാൻ. അപ്പോൾ ആൾ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും യങ്കസ്റ്റ് പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ്. 16 വയസ്സും 73 ദിവസവും പ്രായമുള്ള സമയത്ത്. 21 വർഷങ്ങൾക്ക് മുമ്പ് എവർട്ടൻ്റെ ജെയിംസ് വോൺ ക്രിസ്റ്റൽ പാലസിനെതിരെ ഗോൾ അടിച്ചപ്പോൾ ചങ്ങായിക്കന്ന് 16 വയസ്സും 270 ദിവസമായിരുന്നു പ്രായം ഉണ്ടായിരുന്നത്. ആ ഒരു റെക്കോർഡാണ് ഇപ്പോൾ മാക്സ് ഡോമാൻ തിരുത്തി കുറിച്ചിട്ടുള്ളത്. മാത്രമല്ല ഏറ്റവും കൗതുകമായിട്ടുള്ള സംഭവം, അന്ന് ജെയിംസ് വോൺ ആ ഗോൾ അടിക്കുമ്പോൾ ആ പിച്ചിൽ ആർട്ടറ്റ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, കളിക്കാരനായിട്ട് എവർട്ടൻ്റെ കുപ്പായത്തിൽ. അന്ന് ആർട്ടറ്റ 2 ഗോളുകളും അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡേവിഡ് മോയ്സ് ആയിരുന്നു അന്നും എവർട്ടൻ്റെ മാനേജർ എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇനി നമ്മൾ ആ ടോപ്പ് 5 ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാക്സ് ഡോമൻ, ജെയിംസ് വോൺ, പിന്നെ ലീഡ്സ് യുണൈറ്റഡിന് വേണ്ടി ജെയിംസ് മിൽനർ, വെയിൻ റൂണി, അതിൽ റിയോ എൻഗുമോഹയുടെ പേരുണ്ട് ആ ടോപ്പ് 5 എന്നുള്ളതാണ്. ഈ സീസണിൽ തന്നെയാണ് എൻഗുമോഹ അത്തരത്തിലുള്ള ആ ഒരു ഗോൾ അടിച്ചിട്ട് ആ ഒരു ഹിസ്റ്ററി ബുക്സിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ മറ്റൊരു ഒരു തോട്ട് കൂടി വേണമെങ്കിൽ നമുക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റും. ഹെയ്ലൻഡ് അക്കാഡമി പ്രൊഡക്റ്റാണ് ഈ മാക്സ് ഡോമൻ. അതായത് 2015 അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. ചങ്ങായുടെ കുടുംബത്തിലുള്ളവരൊക്കെ ആർസണൽ ഫാൻസൊക്കെ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു പ്രോപ്പർ ആർസണൽ ഫാനാണ്, പ്രോപ്പർ ഗണ്ണറാണ്, ഒരു ഹെയ്ലൻഡ് അക്കാഡമി പ്രൊഡക്റ്റാണ്. അത്രയും ചെറുപ്പത്തിൽ ആർസണലിൽ വന്നു ചേർന്നിട്ടുള്ള ചെക്കനാണ്. അപ്പോൾ ഈ മാനേജർമാരൊക്കെ കൂടുതൽ ഇത്തരത്തിലുള്ള യങ് ഫുട്ബോളേഴ്സിന്, അതായത് എല്ലാവർക്കും കൊടുക്കണം എന്നല്ല, സ്പെഷ്യൽ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ്, ഇപ്പോൾ മാക്സ് ഡോമാനൊക്കെ സ്പെഷ്യൽ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണെന്നുള്ളത് ആർസണലിൻ്റെ ആരാധകർക്ക് തന്നെ കൃത്യമായിട്ട് അറിയുന്നതാണ്. അത്തരത്തിൽ അവർ ക്ലോസ്ലി അവരുടെ യങ്സ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സിൽ അവസരങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ബ്രേവായിട്ട് കളിക്കും. അവർക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പാർക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് മറ്റ് ക്ലബ്ബുകളും ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം തന്നെയാണ്. അക്കാഡമീനെ വിശ്വസിക്കുക, അക്കാഡമിയിലുള്ള ടോപ്പ് ടാലൻറ്റുകൾക്ക് അവസരങ്ങൾ കൊടുക്കുക. അവർ ചിലപ്പോൾ ഇത്തരത്തിലുള്ള മാജിക്കൽ മൊമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് ആലോചിച്ചൊക്കെ ഈ ടൈറ്റിൽ റേസിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റിലാണ് മാക്സ് ഡോമൻ ഡെലിവറി ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് മാൻസ്ഫീൽഡിനെതിരെയുള്ള FA കപ്പ് മത്സരത്തിലും ചെങ്ങായി ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ ഡെബ്യൂ നടത്തുന്ന, ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ഏറ്റവും യങ്കസ്റ്റ് ആയിട്ടുള്ള പ്ലെയറായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു മാക്സ് ഡോമൻ 15ാമത്തെ വയസ്സിൽ. ഈ സീസണിൽ തന്നെ ആ രീതിയിൽ മിനിറ്റ്സുകൾ ലഭിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും ചെക്കൻ ഒരു സ്പെഷ്യൽ ടാലൻ്റാണ്. അവിടെ ആ കോൺഫിഡൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതാണ് ഈ യങ് പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അവർ ബ്രേവായിട്ട് കളിക്കാൻ റെഡി ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടി വരില്ല. ഗ്രൗണ്ടിലേക്ക് വരിക, ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ആർട്ടറ്റ ചങ്ങായോട് പറഞ്ഞത് ഇറങ്ങി കളിക്ക്, ജയിപ്പിച്ച് പോകാം എന്നുള്ളതാണ് പറഞ്ഞത്. അത് തന്നെയാണ് ചങ്ങായി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇമ്പോർട്ടൻറ്റ് മൊമെൻ്റാണത് ഈ പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസിൽ. അപ്പോൾ ഇത് തന്നെ എവർട്ടനെ സംബന്ധിച്ചിടത്തോളം എവർട്ടൻ നന്നായി പൊരുതിയിട്ടുണ്ട്, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, അവർക്ക് ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ പ്രയത്നമുണ്ട് അവരുടേത്. ആ ഗോളിലേക്ക് എത്തണമെന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് അവർക്ക്. അപ്പോൾ ആ ഒരു കളക്റ്റീവ് ഡിഫെൻഡിങ്ങും കീപ്പറുടെ മികച്ച സേവുകളും പിന്നെ സ്വാഭാവികമായിട്ടും ചില ലക്കും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ്. അത് ടൈറ്റിൽ വിൻ ചെയ്യുന്ന ടീമുകളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന തരത്തിലുള്ള കാര്യം തന്നെയാണ്. ഇവിടെ അവരുടെ ഇൻറ്റൻറ്റും കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ നല്ലതായിരുന്നു. 5ാമത്തെ മിനിറ്റിൽ തന്നെ അവർക്കൊരു കോർണറൊക്കെ കിട്ടി, ക്വിക്ക് ഫ്രീ എടുക്കുന്നു, കോർണർ കിട്ടുന്നു. ആ കോർണറിൽ നിന്ന് മധൂക്കേൻ്റെ അറ്റംപ്റ്റ് നമ്മൾ കാണുന്നു. ആർട്ടറ്റ എന്താണെന്ന് വെച്ചാൽ മധൂക്കനെ ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു, റൈറ്റിൽ സാക്കിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച്. അതുപോലെ എസേനെ കളിപ്പിക്കാനുള്ള തീരുമാനം. കായ് ഹാവേർട്സ് ഞാൻ മനസ്സിലാക്കുന്നത് കായ് ഹാവേർട്സിൻ്റെ ലിങ്കപ്പിലെ ആൾ ബാക്കിയുള്ളവരെ കംപ്ലീറ്റ്ലി ഗെയിമിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്ന രീതി, അത് ആർസണൽ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കായ് ഹാവേർട്സിൻ്റെ മിനിറ്റ്സ് കൃത്യമായിട്ടാണ് ഇപ്പോൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 60 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ആളെ സബ് ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ സുബിമെൻഡിയും അതേപോലെ തന്നെ ഡെക്ലൻ റൈസിനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടിംബർ റൈറ്റ് ബാക്കായിട്ട് പക്ഷേ ആളിനെ സബ് ചെയ്യേണ്ട സാഹചര്യം വന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ അങ്ങനെയാണ് മൊസ്കേര വരുന്നത്. ലെഫ്റ്റ് ബാക്കായിട്ട് കലിഫിയോരിയുടെ ബ്ലോക്ക്. അതായത് ഈ ടൈറ്റിൽ വിന്നിങ് ക്യാമ്പയിനുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മൊമെൻറ്റുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റ് കലിഫിയോരിയുടെ അടുത്ത് നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ഇൻക്രെഡിബിൾ ബ്ലോക്കായിരുന്നു അത്. അതായത് സ്കോർപ്പിയൻ ബ്ലോക്ക് എന്നൊക്കെ അതിന് പറയാൻ പറ്റുമോ? ഞാൻ ആ രീതിയിലാണ് അതിനെ വർണ്ണിക്കാൻ ശ്രമിക്കുന്നത്. അതൊരു സ്കോർപ്പിയൻ ബ്ലോക്ക് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എലിമാൻ എൻജോയുടെ ക്രോസ് ബോക്സിലേക്ക് വരുന്നു. ഡേവിഡ് റയനെ സംബന്ധിച്ചോളം അതിലൊരു ക്ലീൻ കോൺടാക്ട് കിട്ടാൻ സാധിക്കുന്നില്ല. മക്നീലിലേക്ക് അത് വന്നു വീഴാണ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. മക്നീലിൻ്റെ അറ്റംപ്റ്റ് അവിടെ കലിഫിയോരി ബ്ലോക്ക് ചെയ്യുന്ന രീതി കാണാം. അതൊരു വല്ലാത്തൊരു ബ്ലോക്കാണ്, എക്സ്ട്രാ ഓർഡിനറി ബ്ലോക്കാണ്. അത് മാക്സ് ഡോമാൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന അതേ അളവിൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള
ഈ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷനെ കുറിച്ചും സംസാരിക്കേണ്ടതായിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ കലിഫിയോരി നിലത്ത് കിടന്നിട്ട് കാല് പൊക്കിയിട്ട് ആള് എങ്ങനെ അത് ബ്ലോക്ക് പുൾ ഓഫ് ചെയ്യുന്നതാണ്. ഇൻക്രെഡിബിൾ ബ്ലോക്ക്. എന്നിട്ടോ അത് ക്ലിയർ ചെയ്യുന്നത് തിരിച്ച് വീണ്ടും എവർട്ടൻ്റെ പ്ലെയറിലേക്ക് തന്നെ എത്തുകയാണ്. എവർട്ടൺ അത് മക്നീലിന് തന്നെ കൊടുക്കുന്ന സാഹചര്യത്തിൽ മക്നീൽ ഡെക്ലൻ റൈസിനെ അനായാസമായിട്ട് ഡ്രിബിൾ ചെയ്ത് പോയതിനു ശേഷം ഔട്ട് സൈഡ് ദ ബോക്സ് എന്നൊരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. അവിടെയാണ് ഈ പറഞ്ഞ ലക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, പോസ്റ്റിലടിക്കുന്നതിന് ഷോട്ട് ഓഫ് ടാർഗറ്റ് എന്ന രീതിയിലാണ് ലേബിൾ ചെയ്യുക. പക്ഷെ എന്നാൽ പോലും അവിടെ ഒരു എലമെൻറ്റ് ഓഫ് ലക്കിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ അതിൻ്റെ റീബൗണ്ട് ഇലിമൻ എൻജോയ്ക്ക് വലയിലേക്ക് ആക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കാരണം കാരണം വളരെ ക്വിക്കായിട്ടുള്ള റിയാക്ഷൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മൊമെൻറ്റ്സുകൾ ഉണ്ടായിരുന്നു ഈ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ എന്നുള്ള കാര്യം നോക്കണം. പക്ഷേ ആസ്റ്റിൽ അറ്റംപ്റ്റുകൾ നടത്തി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിക്ക്ഫോർഡിനെ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എവർട്ടൻ്റെ മേക്ക് ഷിഫ്റ്റ് ഡിഫൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത്. അവരുടെ മിഡ്ഫീൽഡേഴ്സ് നല്ല രീതിയിൽ ആസ്റ്റിനെ എന്താ പറയുക ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ കാണുന്നത്. വിങ്ങേഴ്സ് നല്ല രീതിയിൽ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തുന്നു. എബറിച്ചിയേസയുടെ അടുത്തൊക്കെ കുറേ കൂടി പ്രതീക്ഷിക്കുന്നുണ്ടാവും ആർട്ടറ്റ. എബറിച്ചിയേസയുടെ ഒരു കേളർ എഫേർട്ടൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ജസ്റ്റ് വൈഡായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ യെസ്, പിന്നുള്ള ഫസ്റ്റ് ഹാഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റിൽ എബറിച്ചിയേസയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായത്. ആ ഒരു മിഡ് ഏരിയയിൽ പൊസഷൻ ആർസണൽ സെക്യൂർ ചെയ്യുന്നതിന് ശേഷം എബറിച്ചിയേസെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത് കായ് ഹാവർട്സിനെ പിക്ക് ചെയ്യാണ്. കായ് ഹാവർട്സിൻ്റെ റൺ വാസ് ബ്രില്യൻറ്റ്, ടച്ച് വാസ് ബ്രില്യൻറ്റ്. പുറകിൽ വന്നിട്ട് ആളിനെ അവിടെ ഫൗൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആളുടെ അക്കിലീസ് ഹീലിൽ സ്റ്റാമ്പ് ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം വെച്ചാൽ അവിടെ കായ് ഹാവർട്സ് വീഴുന്നുണ്ട്. അതിൽ പെനാൽറ്റി ഷോട്ട് വന്നിട്ടുണ്ട് കായുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ആസിലെ ഭാഗത്തു നിന്നും. അവിടെ റെഫറി അത് പെനാൽറ്റി കൊടുത്തിട്ടില്ല. VR ഇടപെട്ടിട്ട് അവരത് തിരുത്തുകയും ചെയ്തില്ല. പക്ഷെ അത് പെനാൽറ്റി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, അവിടെ കോൺടാക്റ്റ് ഉണ്ട്. അത് റെഫറി ഓൺ ഫീൽഡ് ഡിസിഷൻ പെനാൽറ്റി ആയിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് VR ഇടപെട്ടിട്ട് അത് തിരുത്തില്ല എന്നുള്ളതാണ്. ഓൺ ഫീൽഡ് ഡിസിഷൻ അത് പെനാൽറ്റി കൊടുക്കാൻ സാഹചര്യത്തിൽ എവറി കോൺടാക്റ്റ് പെനാൽറ്റി കൊടുക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ പുറത്തായിരിക്കണം അത്തരത്തിലൊരു ഡിസിഷൻ എടുത്തത്. പക്ഷേ ഇതിലും മൈനറായിട്ടുള്ള ചാലഞ്ചുകൾക്ക് പെനാൽറ്റി കൊടുക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മത്സരത്തിലുണ്ടായിരുന്നു. ഞാൻ എല്ലാ ഡീറ്റെയിൽസിലേക്കും കടക്കുന്നില്ല. രണ്ടാം ഹാഫിൽ ഒരു മൊമെൻറ്റിൽ സലീബ പൊസഷൻ ഗിവ് അവേ ചെയ്യുന്നു. മിക്കലോങ്ക ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിന് ശേഷം എവർട്ടൺ അത് കോർണറിൽ കലാശിക്കണം. എവർട്ടൻ്റെ ഒരു കോർണർ കലാശിക്കണം. എവർട്ടൻ്റെ ആ കോർണറിൽ നിന്ന് ബെറ്റോടെ ഒരു നല്ലൊരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ആൾ ടേൺ ചെയ്തിട്ടുള്ളൊരു അറ്റംപ്റ്റ്, അത് ഡേവിഡ് റായ കാല് നീട്ടി വെച്ച് സേവ് ചെയ്യാണ്. ഫാൻറ്റാസ്റ്റിക് സേവ് ആണ്. അപ്പോൾ ഡേവിഡ് റായയുടെ ഇമ്പാക്റ്റ്, ആർസണലിൻ്റെ ഡിഫൻസിൻ്റെ ഇമ്പാക്റ്റ്, ആർസണലിൻ്റെ കോമ്പാക്ട്നെസ്സിൻ്റെ ഇമ്പാക്റ്റ്, അതൊക്കെ അവരുടെ ഈ ഒരു ടൈറ്റിൽ റണ്ണിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയാണ് 60ാമത്തെ മിനിറ്റിൽ കായിനെയും അതേപോലെ തന്നെ മധൂക്കിനെയും പിൻവലിച്ചുകൊണ്ട് വിക്ടർ യോക്കരസിനെയും മാർട്ടിനെയും കൊണ്ടുവരുന്ന കാര്യങ്ങൾ കണ്ടിരുന്നത്. അതേപോലെ തന്നെ ബാരിനെ കൊണ്ടുവന്നിരുന്നു. ബെറ്റോനെ പിൻവലിച്ചിട്ട് 69ാമത്തെ മിനിറ്റിൽ എവർട്ടൺ അത്തരത്തിലുള്ള ചേഞ്ച് അവരും വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൊസ്കേറെ കൺസീഡ് ചെയ്തിട്ടുള്ള ഫ്രീ കിക്കിൽ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ആ ഫ്രീ കിക്കിൽ നല്ല ഡെലിവറി ആയിരുന്നു എവർട്ടൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഹെഡർ പുറത്തേക്ക് പോകുന്ന സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എവർട്ടൺ നല്ല രീതിയിൽ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. 25 അറ്റംപ്റ്റുകൾ ആർസണൽ മൊത്തം നടത്തിയിട്ടുണ്ട്. അതിൽ 7 മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ എത്രത്തോളം പിക്ക്ഫോർഡിനെ ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഒരുപാട് സാധിച്ചിട്ടില്ല. 9 അറ്റംപ്റ്റിലാണ് എവർട്ടൺ നടത്തിയത്. 3 ടാർഗറ്റിലേക്ക് അടിക്കുന്നു. പക്ഷേ അവർ പോസ്റ്റിലടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 65% പൊസഷൻ ആർസണലായിരുന്നു. പക്ഷേ ഇമ്പോർട്ടൻറ്റ് വിക്ടറി, ഇമ്പോർട്ടൻറ്റ് 3 പോയിൻറ്റ്സ്. ഇനി നമ്മൾ ഈ മത്സരം കഴിഞ്ഞിട്ടാണ് മാൻസിയുടെ മത്സരം ഉണ്ടായിരുന്നത്. വെസ്റ്റ് ഹാം ഞാൻ പറഞ്ഞല്ലോ സർവൈവൽ ബാറ്റിലിരിക്കുന്ന സൈഡാണ്. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ല അത്തരത്തിലുള്ള ഒരു ടീമിനെതിരെ കളിക്കാമല്ലോ. പ്രത്യേകിച്ച് ന്യൂനോ എസ്പിരിറ്റോ സാന്റോയ്ക്ക് ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ടീമിനെ രക്ഷിക്കും, സർവൈവ് ചെയ്യിപ്പിക്കും എന്നുള്ള ബോധ്യത്തോടുകൂടിയിട്ടാണ് ചങ്ങായി ഇപ്പോൾ ആ ടീമിനെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കളക്റ്റീവ് എഫേർട്ട് ഉണ്ട്. എല്ലാവർക്കും നല്ല ധാരണയുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരു 5 at the back സിസ്റ്റവും കാര്യങ്ങളൊക്കെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം മവ്രപാനോസാണ് ആ ഡിഫൻസിൽ സെൻറ്ററിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആ 3 at the back സെൻറ്ററിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. മവ്രപാനോസ് ഒരു ഫോമർ ഗണ്ണറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. ആ ഫോമർ ഗണ്ണർ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ടൈറ്റിൽ റേസിൽ. കാരണം എന്ന് വെച്ചാൽ ആളാണ് ഈ മത്സരത്തിൽ വെസ്റ്റ് ഹാമിന് വേണ്ടി ഈക്വലൈസർ ഗോൾ കോർണറിൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഫാൻറ്റാസ്റ്റിക് ഹെഡർ. അതേപോലെ തന്നെ ക്രൂഷ്യലായിട്ടുള്ള ബ്ലോക്കുകളും ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻസും ചങ്ങായി നടത്തിയിട്ടുണ്ട്. മത്സരത്തിൻ്റെ അവസാന സാഹചര്യത്തിൽ ഒരു സിറ്റി കോർണറിൽ നിന്ന് മാർക്ക് ഗെഹിക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ആ മത്സരം ജയിക്കാനായിട്ട്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അത് ഗെഹിക്ക് കൃത്യമായിട്ടുള്ള കമ്പോസ്റ്റോട് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. ആ കോർണർ വന്ന് വീഴുന്ന സാഹചര്യത്തിൽ എന്താണ് ആദ്യം അത് നമ്മുടെ നിക്കോ റെയിലിയുടെ അടുത്തേക്കണമെന്നുണ്ട്. നിക്കോ റെയിലിയുടെ അറ്റംപ്റ്റ് സേവ് ചെയ്യുന്നത് ആരാ?
ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുന്നത് ആരാ? മവ്രപാനോസാണ്. അത് ചെന്ന് വീഴുന്നത് മാർഗഹിയിലേക്കാണ്. മാർഗഹിക്ക് അവിടെ കമ്പോസർ കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ബിഗ് ചാൻസ്. അപ്പം മവ്രപാനോസ് ഫോമർ ഗണ്ണേഴ്സിന് വേണ്ടിയിട്ടൊരു പണി എടുത്തിട്ടുണ്ട്. അത് ആ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ അവിടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് വെസ്റ്റ് ഹാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു റിലഗേഷൻ സോണിൽ നിന്നും മുകളിലിരിക്കുകയാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനും സ്പേഴ്സിനൊക്കെ അവരുടെ ഗെയിമുകൾ കളിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ അണ്ടർ മാസീവ് പ്രഷറിലേക്കായിരിക്കുകയാണ്. അപ്പോൾ വെസ്റ്റ് ഹാം ന്യൂനോയുടെ കീഴിൽ ഇപ്പോൾ അവസാനത്തെ 9 മത്സരങ്ങൾ 15 പോയിൻറ്റ്സൊക്കെ സ്വരൂപിച്ചെടുത്തുകൊണ്ട് അവർ നല്ലൊരു ഋതത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടഫ് ടു ക്രാക്ക്, ടഫ് ടു ബീറ്റ് എന്നീ രീതിയിലുള്ളൊരു ടീമായിട്ട് മാറിയത്. വെറും ഒരേ ഒരു ഷോട്ട് മാത്രമേ അവർ മത്സരത്തിൽ അൺലീഷ് ചെയ്തിട്ടുള്ളൂ. ഒരൊറ്റ അറ്റംപ്റ്റ്, അതിലൊരെണ്ണം മാത്രം ടാർഗറ്റിലേക്ക്, അത് ഗോളായിട്ട് മാറുന്ന ചിത്രം നമ്മൾ കണ്ടിരിക്കുകയാണ്. ഒരേ ഒരു അറ്റംപ്റ്റ്. പിന്നെ ബോവനൊക്കെ ടുവേഴ്സ് എൻഡ് ഓഫ് ദ ഗെയിം ചില സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ട്രയോറൊക്കെ റൺ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് മുതലെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സിറ്റിനെ സംബന്ധിച്ചിടത്തോളം, പെപ്പിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള പരിപാടികൾ, ടാക്ടിക്കൽ ചേഞ്ചസ്, പല പേഴ്സണലുകളെ യൂസ് ചെയ്ത് നോക്കി ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ യെസ്, ഇനഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജയിക്കാനായിട്ട്. പക്ഷേ അവർക്കത് മുതലെടുക്കാൻ സാധിക്കില്ല. അതിൽ പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഏർലിംഗ് ഹാലൻഡിൻ്റെ ഫോം തന്നെയാണ്. ഏർലിംഗ് ഹാലൻഡ് കഴിഞ്ഞ 4 മത്സരങ്ങളിൽ ഇപ്പോൾ ഗോൾ അടിച്ചിട്ടില്ല ഓൾ കോമ്പറ്റീഷൻസിൽ. അതേപോലെ തന്നെ അവസാനത്തെ 18 മത്സരങ്ങളിൽ ആകെ 4 ഗോളുകൾ മാത്രമേ എന്തിരൻ എന്ന് വിളിക്കുന്ന ഏർലിംഗ് ഹാലൻഡ് അടിച്ചിട്ടുള്ളൂ. അതുതന്നെയാണ് മാൻ സിറ്റിയുടെ പ്രധാന പ്രശ്നം. അപ്പം ബാക്ക് ടു ബാക്ക് മത്സരങ്ങളിൽ സമനില. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള സിറ്റി, ആ മുമ്പത്തെ സിറ്റി അല്ല ഇപ്പോഴത്തെ സിറ്റി എന്നുള്ളത് പലരും പറയുന്ന ഒരു സംഭവം തന്നെയാണ്. അതൊരു യാഥാർത്ഥ്യമായുള്ള സംഭവം തന്നെയാണ്. പഴയ സിറ്റി ആയിരുന്നെങ്കിൽ അത് പെപ്പ് തന്നെ മത്സരശേഷം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകൾ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ജയിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. ആ റൂത്ത്ലെസ്നെസ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനിങ്ങൾ നടത്തിയിട്ടുണ്ട്. മാർഗഹീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെമന്യനെ കൊണ്ടുവന്നിട്ടുണ്ട്. സെമന്യ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എന്താണ് ആ റൂത്ത്ലെസ്നെസ്? എവിടെ ഹാലൻഡിൻ്റെ ഇമ്പാക്റ്റ്? എവിടെ? ഇത് ബിസിനസ് എൻഡ് ഓഫ് ദ സീസണിൽ കിടക്കുമ്പോൾ ആളുടെ ഇമ്പാക്റ്റ് വളരെ അധികം അവർ റിലൈ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അത് കിട്ടുന്നില്ല. ഹാലൻഡിന് ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല. മാൻ സിറ്റി സ്ട്രഗിൾ ചെയ്യുകയാണ്. വേറെ മേഖലയിൽ നിന്ന് ഗോളുകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഡോക്കു, സവീനിയോ ഈ മത്സരത്തിൽ കളിച്ചില്ല. ഡോക്കു ഒക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടാവും. വിങ്ങിൽ ലെഫ്റ്റിൽ ആൾ വന്നതിന് ശേഷം മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട്. ഡോക്കു ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആളുടെ ക്രോസുകൾ നല്ലതായിരുന്നു. ആളുടെ ചില സാഹചര്യങ്ങൾ, അതായത് ഡെവലപ്പ് ചെയ്തുള്ള സാഹചര്യത്തിലും അംബിസാക്കിയ പോലുള്ള പ്ലെയറിനൊക്കെ മറികടന്നുകൊണ്ട് ആൾ ക്രോസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഹാലൻഡിന് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഹാലൻഡ് സ്കഫ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പോൾ ഡോക്കു ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഗോളുകൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ബെർണാർഡോ സിൽവയുടെ ഗോളിലാണ് മാൻ സിറ്റി ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ആൾ ഒരു ക്രോസ് കൊടുത്തതാണോ? ആൾ പറയുന്നത് മത്സരത്തിന് ശേഷം ഞാനത് ശരിക്കും മീൻ ചെയ്തിട്ടുള്ളൊരു ചിപ്പാണെന്നുള്ള രീതിയിലാണ്. പക്ഷേ അതൊരു ക്രോസ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിവേ അത് ഗോളായി മാറുന്നു. അവിടെ എന്താണ്, ഹാലൻഡ് ആ ഒരു ഹാഫ് ലൈൻ എടുത്ത ലോങ് ബോൾ വന്നപ്പോൾ ആളത് പിന്നെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അത് എന്നിട്ടും ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ഹാം. പക്ഷേ അവർക്കത് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ആ ബോൾ ലെഫ്റ്റിലേക്ക് നീങ്ങിയുള്ള സാഹചര്യത്തിൽ ബോക്സിൽ ബെർണാർഡോ സിൽവയുടെ ആ ഒരു ചിപ്പ് എഫേർട്ട് അത് ഹെർമാൻസൺ എന്ന് പറഞ്ഞ കീപ്പർക്ക് സേവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കാണുന്നു. അങ്ങനെ സിറ്റി ലീഡ് എടുക്കണം. പക്ഷേ ആ ലീഡ് അധികം നേരം പിടിച്ചു വെക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഉടനെ തന്നെ അവർ കൺസിഡർ ചെയ്യാണ് കോർണറിൽ നിന്നുള്ള ഡൊണറൂമയുടെ ഇമ്പാക്റ്റ് വളരെ വളരെ മോശമാണ്. ആളിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ ഒരു മെയിൻ വീക്ക്നെസ് ആണ് ഈ ബോക്സിലേക്ക് വരുന്ന ഈ ബോളുകൾ ഡോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അത്തരത്തിലുള്ള ചില ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാര്യമായിട്ട് ഒരു പ്രശ്നമാണ് ആളുടെ ഗെയിമിൽ. അപ്പോൾ അവിടെ ആളതിനായിട്ട് അറ്റംപ്റ്റ് ചെയ്തു, മിസ് ചെയ്യുന്നു. മാവ്രപാനോസ് ഗോൾ അടിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ വെസ്റ്റ് ഹാം മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഈ പറഞ്ഞ പോലെ സിറ്റീനെ സംബന്ധിച്ചിടത്തോളം ഇതാ പഴയ സിറ്റിയല്ല. ആ റൂത്ത്ലെസ്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെയും അവർ, ഞാൻ പറഞ്ഞല്ലോ, ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേഞ്ചസ് കുറേ വരുത്തി നോക്കി. 4-2-2-2 നാരോ ഫോർമേഷനിലാണ് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ 4-4-2 വൈഡ് സംഭവങ്ങളായി. സെമന്യോ അടക്കം ലെഫ്റ്റിലേക്ക് പോയി. പിന്നെ ഡോക്ക് വരുമ്പോൾ ഡോക്ക് ലെഫ്റ്റിലും സെമന്യോ റൈറ്റിലേക്ക് നീങ്ങുന്നു. ചെറുക്കീനെ കൊണ്ടുവന്ന് നോക്കി. ചെറുക്കീനെ കൊണ്ടുവന്നിട്ട് ചെറുക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ചെറുക്കിയുടെ ഒരു ത്രൂ ബോൾ ഉണ്ടായിരുന്നു ഏർലിംഗ് ഹാലൻഡ്. പക്ഷേ അത് ഹെർമാൻസൺ എന്ന് പറഞ്ഞ കീപ്പർ സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതേപോലെ തന്നെ എന്താണ്, ഹാലൻഡ് ആ കോൺഫിഡൻസിൽ ആക്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഡോക്കുവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് വന്നപ്പോൾ അത് സ്കഫ് ചെയ്തു ഹാലൻഡ്. പിന്നെ ടിയാനി റേഞ്ചേഴ്സിനെ കൊണ്ടുവന്ന് നോക്കി, ഫോഡനെ കൊണ്ടുവന്ന് നോക്കി, പല തരത്തിലുള്ള വെപ്പണുകൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കി. ഒമർ മർമൂഷൊക്കെയാണ് തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മർമൂഷും ഹാലൻഡും ഒരുമിച്ച് സ്ട്രൈക്കറായിട്ട് കളിക്കുകയായിരുന്നു. മർമൂഷിനാണ് അസിസ്റ്റ് കിട്ടിയിരുന്നത്. പക്ഷേ നോട്ട് ഗുഡ് ഇനഫ് എന്ന രീതിയിലുള്ള പെർഫോമൻസാണ് ഈവൻ മർമൂഷിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടായിരുന്നു. പൊസഷൻ കൂടുതലും സിറ്റിയുടെ അടുത്തായിരുന്നു. ഏറ്റവും കൂടുതൽ എന്താ പറയുക, ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് ഒക്കെ സിറ്റിയുടെ അടുത്തായിരുന്നു.
ഒരുപാട് ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു ഫ്രീ കിക്ക് എനിക്കൊന്നും ആരുടെയാണ് ടിയാനി റേഞ്ചേഴ്സിൻ്റെ അറ്റംപ്റ്റ്, അത് പോസ്റ്റിൽ തട്ടി പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അത്തരത്തിൽ നിയർലി മൊമെൻറ്റ്സുകളാണ് ഈ മത്സരത്തിലുണ്ടായിരുന്നത്. മാറ്റിയാസ് ന്യൂനസിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, റോഡ്രിയാണ് അദ്ദേഹത്തെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബോക്സിൽ. പക്ഷേ അപ്പോഴേക്കും 2 വെസ്റ്റ് ഹാം പ്ലേയേഴ്സ് വന്നിട്ട് ആളിനെ എന്താ പറയുക സാൻഡ്വിച്ച് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അത് പെനാൽറ്റി അപ്പീലുണ്ട്, നോ രക്ഷ. ഹെർമാൻസൺ അവിടെ സേവും ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര കളക്റ്റീവായിട്ടുള്ള എഫേർട്ടാണ്, ഡിഫെൻസീവ് എഫേർട്ടാണ് വെസ്റ്റ് ഹാമിൻ്റെ ഭാഗത്ത് നമ്മളുള്ളത്. എളുപ്പമല്ല 90 മിനിറ്റ്സ് സിറ്റിയെ പോലുള്ള ഒരു സൈഡിനെതിരെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ളൊരു സംഭവമല്ല. അപ്പോൾ അത് അവർക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. 5 at the back സിസ്റ്റമായിരുന്നു. അവർ ആ മിഡ് ഏരിയ പാക്ക് ചെയ്തിട്ടായിരുന്നു. മാറ്റിയാസ് ഫെർണാണ്ടസിന് സെക്കൻഡ് എല്ലാം കിട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള വാദങ്ങളൊക്കെ വേണമെങ്കിൽ മാൻ സിറ്റി ആരാധകർക്ക് ഉന്നയിക്കാം. കാരണം വെച്ചാൽ ഒരുപാട് ഫൗളുകൾ ചങ്ങായി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കിഡിലൻ ഇൻ്റർസെപ്ഷൻസ് നടത്തിയിട്ടുണ്ട്. മാറ്റിയാസ് ഫെർണാണ്ടസ് ഹാഡ് എ ടെറിഫിക് ഗെയിം. വെസ്റ്റ് ഹാമിൻ്റെ ഈ സീസണിലെ ഏറ്റവും മികച്ച പ്ലെയർമാരിൽ ഒരാളാണ് മാറ്റിയാസ് ഫെർണാണ്ടസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ഡിഫെൻസീവ്ലിയും ഓൺ ദ ബോളും. ചിലപ്പോഴൊക്കെയാണ് അവർക്ക് ബോൾ കിട്ടുന്നുള്ളൂ, ആ ഒരു കാര്യത്തിൽ ആ ബോൾ കീപ്പ് ചെയ്യാനും ആൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ മാറ്റിയാസ് ഫെർണാണ്ടസ് ഫാൻറ്റാസ്റ്റിക്കായി കളിച്ചിട്ടുണ്ട്. ഒരു വാലിയൻറ്റ് ഡിഫെൻസീവ് എഫേർട്ട് നമുക്ക് വെസ്റ്റ് ഹാമിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ടൊഡീബോ ഹാഡ് എ ഗുഡ് ഗെയിം. ഹാലണ്ടിനെ പൂട്ടാൻ വെസ്റ്റ് ഹാമിന് സാധിച്ചിരിക്കുകയാണ്. സർവീസിൻ്റെ ഒരു ലാക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പോലും ചില മൊമെൻറ്റ്സുകൾ ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മുതലെടുക്കാൻ ഹാലണ്ടിനും സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ എനിവേ മത്സരത്തിന് ശേഷം പെപ്പ് ഗോർഡിയോള പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും തീർന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ മത്സരത്തിന് മുമ്പ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു എന്നുള്ളതാണ്, ടൈറ്റിൽ റേസ് തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കൊളോസൽ ഒരു കലാമിറ്റി സംഭവിക്കണം, എന്നാൽ മാത്രമേ ആർസണൽ ഈ ടൈറ്റിൽ അടിക്കാതിരിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു കൊളോസൽ കലാമിറ്റി അവിടെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ആർസണൽ 90%, 95% ഈ ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. കാരണം റിമൈനിങ് ഫിക്സ്ചറുകളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർസണൽ ഇപ്പോൾ അടുത്തൊന്നും പ്രീമിയർ ലീഗിൽ കളിക്കുന്നില്ല. അവർ ഇനി ഏപ്രിലാണ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കളിക്കുക. അതിനിടയിൽ ഇൻ്റർനാഷണൽ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെവർക്യൂസനുമായിട്ടുള്ള സെക്കൻഡ് ലെഗ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് ലെഗ്. അത് കഴിഞ്ഞാൽ പിന്നെ മാൻ സിറ്റിയുമായിട്ടുള്ള കർബാവ് കപ്പ് ഫിക്സ്ചർ, ആ ഫൈനലുണ്ട്. പിന്നെ FA കപ്പിൽ സെയിൻസ് അവേ. അതിനുശേഷമാണ് അവർ ബോൺമൗത്തുമായിട്ടുള്ള ഹോം മത്സരം. അതാണ് പ്രീമിയർ ലീഗിലെ മത്സരം വരുന്നത്. പിന്നെ മാൻ സിറ്റി അവേ പ്രീമിയർ ലീഗിലുണ്ട്. ന്യൂക്കാസിൻ്റെ ഒരു ഹോമുണ്ട്, അതൊരു ഡിഫിക്കൽട്ട് ടെസ്റ്റ് ആയിരിക്കും. ഫുള്ളം ഹോമുണ്ട്. ഹാമേഴ്സ് അവേ. ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ വെസ്റ്റ് ഹാം സേഫ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു ഈസി ഗെയിമായി മാറും. സേഫ് ആയിട്ടില്ലെങ്കിൽ അതൊരു ടഫ് ഗെയിമായിരിക്കും. ലണ്ടൻ ഡാബിയാണ്. പിന്നെ ബേൺലി ഹോം ഈസി ഫിക്സ്ചറാണ്. അപ്പോഴേക്കും ബേൺലിയൊക്കെ ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തി എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ പാലസ് അവേ. ഇതൊക്കെ ഡേറ്റ് സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല ഈ 4 മത്സരങ്ങളുടെ അവസാനത്തെ 4 മത്സരങ്ങളാണ്. അപ്പോൾ റിലേറ്റീവ്ലി ഗുഡ് ഫിക്സ്ചേഴ്സാണ് ആർസണൽ ഇനി റിമൈനിങ് ആയിട്ടുള്ളത്. മാൻ സിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലോ, മാൻ സിറ്റി ഇനി അടുത്തത് റയൽ മാഡ്രിഡ് ഹോമാണ്, ഡിഫിക്കൽട്ട് ഫീൽഡ് ഫിക്സ്ചർ. പിന്നെ കർബാവ് കപ്പ് ഫൈനൽ. FA കപ്പിൽ ആർസണലുള്ളത് സെയിൻസ് അവേ ആണ്. ലിവർപൂളായിട്ടാണ് മാൻ സിറ്റിയുടെ ഫിക്സ്ചർ, ടഫ് ഫിക്സ്ചർ. പിന്നെ ചെൽസി അവേ. ചെൽസിയുടെ കാര്യം ഞാൻ പറയാം, അത് വേറെ കാര്യം ഞാൻ പറയാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ എറ്റിഹാദിൽ പോയിട്ട് മക്ഫർലാൻ മാനേജ് ചെയ്യുന്ന ചെൽസി പോയിൻ്റ് എടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു. അതൊക്കെ ക്രൂഷ്യൽ പോയിൻ്റായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ടൈറ്റിൽ റേസ് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ചെൽസിയുടെ ഭാഗത്ത് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ചെൽസി ഫാൻസിന് പോലും അറിയില്ല, ചെൽസി മാനേജർക്ക് പോലും അറിയാത്ത സാഹചര്യമാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല. പിന്നെ ആർസണലുമായിട്ടുള്ള ആ ഇമ്പോർട്ടൻറ്റ് മത്സരം എറ്റിഹാദിൽ. പിന്നെ ബേൺലി അവേ, അത് ഈസി ഫിക്സറാണ്. എവർട്ടൺ അവേ ടഫ് ഫിക്സറാണ്. ബ്രെൻഫോർഡ് ഹോം അഗെയിൻ അത്ര എളുപ്പമൊന്നുമല്ല ബ്രെൻഫോർഡ്. ചെരീസ് അവേ കുറച്ച് ഓപ്പൺ ആയതുകൊണ്ട് മാൻ സിറ്റിക്ക് അത് ഒരു വിന്നബിൾ ഫിക്സറായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. പിന്നെ വില്ല ഹോം ടഫ് ഫിക്സ്ചർ. പാലസ് ഗെയിം അതും സോർട്ട്. അപ്പോൾ റിലേറ്റീവ്ലി ടഫർ ഫിക്സ്ചേഴ്സ് അല്ലെങ്കിൽ ടഫർ സ്കെഡ്യൂള്, പാക്ഡ് സ്കെഡ്യൂൾ ഇത് മാൻ സിറ്റിക്കാനുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആർസണൽ പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ഫിക്സേഴ്സൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അവർ ലെവർക്യൂസൻ കടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഗണ്ണേഴ്സിനോട് സ്വാഭാവികമായിട്ടും എന്താണ് ഒന്നും അവസാനിക്കേണ്ടതൊന്നും തീർന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും, സ്വാഭാവികമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ആർസണലിൻ്റെ സീസൺ എന്ന് തന്നെയാണ് ഞാനിപ്പോൾ കരുതുന്നത്. ഇപ്പോൾ അല്ല, എനിക്ക് അത്തരത്തിലൊരു തോട്ട് മനസ്സിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. ഇതാണ് നിങ്ങളുടെ സീസൺ. അതിന് ഏറ്റവും മെമ്മറബിളായിട്ടുള്ള സീസണായിട്ട് മാറും. അതായത് സ്വാഭാവികമായിട്ടും ടൈറ്റിൽ അടിച്ച് കഴിഞ്ഞാൽ അതൊരു ഭീകരമായിട്ടുള്ള മെമ്മറബിളായിട്ടുള്ള സീസണായിട്ട് മാറും. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കിരീടങ്ങളിലും ക്വാഡ്രപ്പിളാണ് നോട്ടമിട്ടുള്ളത്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. സിറ്റി പ്ലേയേഴ്സൊക്കെ ഡിഫ്ലേറ്റഡ് ആയിട്ടാണ് ഇന്നലത്തെ മത്സരത്തിന് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈവൻ പെപ്പ് ഗോർഡിയോളയും ആ കോൺഫിഡൻസ് ഒന്നും ആളുടെ മുഖത്തില്ല. പെപ്പ് ലിൻഡേഴ്സ് ആയിരുന്നു ഡഗൗട്ടിലുണ്ടായിരുന്നത്, കാരണം പെപ്പിൻ്റെ ടച്ച് ലൈൻ ബാനായിരുന്നു.
അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഫോണൊക്കെ വിളിക്കുന്നുണ്ട്. നോട്ട് ഗുഡ് ഇനഫ്. സിറ്റി നോട്ട് ഗുഡ് ഇനഫ്. സത്യം പറയാമല്ലോ, മാൻ സിറ്റിയുടെ ആ ഒരു ഗെയിമിൽ ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ടുള്ള സിറ്റിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിലും പിന്നെ തുടക്കത്തിൽ കണ്ടിട്ടില്ല. ടുവേഴ്സ് എൻഡ് ഓഫ് ദ ഗെയിമൊക്കെയാണ് കുറച്ചും കൂടെ ആ ഒരു ജയിക്കണം എന്നുള്ള ഒരു ത്വരയൊക്കെ ആ ഡിസൈറൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പിന്നെയും വെസ്റ്റ് ഹാമിനെ പ്രഷറിലാക്കാനൊക്കെ സിറ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ചെർക്കിനൊക്കെ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. അല്ലാതെ ഇങ്ങനെ ആളുടെ മിനിറ്റ്സൊക്കെ മാനേജ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? ഒരു സ്പാർക്ക് കൊണ്ടുവരുന്ന തരത്തിലൊരു പ്ലെയറാണ്. ഫോർഡനൊക്കെ ഭയങ്കര ദുരന്തം ഫോമിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഫോർഡനൊക്കെ സ്റ്റെപ്പ് ചെയ്യേണ്ട സമയമാണത്. ആരെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ചെയ്യേണ്ട സമയമാണ്. ആരും സ്റ്റെപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു സംഭവം. പിന്നെ എയ്റ്റ്നൂരിയൊക്കെ നല്ല രീതിയിലാണ് ഫസ്റ്റ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. മാറ്റിയാസ് നൂനസ്, എയ്റ്റ്നൂരി ആ ഫുൾ ബാക്ക് പാർട്ട്ണർഷിപ്പ് തന്നെയാണ് കളിപ്പിച്ചത്. കുസനോഫ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. റുബൻ ഡിയാസ് ഉണ്ടായിരുന്നില്ല. കുസനോഫ് ഗഹിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. എനിവേ, ഇനി അടുത്തത് റയലുമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മത്സരമാണ്. അതിൽ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. മറ്റേ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.